സമീറ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ടെൻഷനായിട്ടുള്ള കോഷൻ. ബിക്കോസ് ബോളിവുഡ് ആക്ട്രസ് ആണ്, ഇവിടെ വരുന്നു, അങ്ങനെയുള്ള ടെൻഷൻസ് ആയിരുന്നു. ബട്ട് ഷി വാസ് വെരി നൈസ്. നല്ല ഫിഗറായിരുന്നു പുള്ളിക്കാരിയുടെ, എന്ത് കൊടുത്താലും ചേരുന്ന ഫിഗറായിരുന്നു. അങ്ങനെ സിനിമ എന്നുള്ളൊരു വിഷ് മനസ്സിലിരിക്കുമ്പോഴാണ് ശ്യാമപ്രസാദ് സർ കേരള കഫേയിലേക്ക് വിളിക്കുന്നത്. കേരള കഫേയിലെ ഓഫ് സീസൺ എന്ന സെഗ്മെന്റ് ചെയ്യാനായിട്ട് ശ്യാമപ്രസാദ് സർ വിളിക്കുന്നത് അപ്പോഴാണ്. ശ്യാം സാറിന്റെ കൂടെ ഞാൻ ടെലിവിഷനിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിചയം വെച്ചിട്ട് ആണ് സാർ എന്നെ കേരള കഫേയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമ കേരള കഫേയാണ്. അതിൽ ഓഫ് സീസൺ എന്ന സെഗ്മെന്റ് 3 days ഷൂട്ട് കോവളത്ത് വെച്ചായിരുന്നു. അത് ശരിക്കും ഒരു പിക്നിക് പോലായിരുന്നു. അപ്പോഴാണ് ശരിക്കും സിനിമ ഷൂട്ട് എന്താണെന്നുള്ളത് ഒരു ധാരണ എനിക്ക് വരുന്നത്. കേരള കഫേ കഴിഞ്ഞിട്ട് എനിക്ക് ടി.കെ. രാജീവ് കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു നാൾ വരുംന്റെ ഓഫർ വന്നു. അതേപോലെ തന്നെ ശ്യാമപ്രസാദ് സാറിന്റെ അടുത്ത് നിന്ന് ഇലക്ട്രയുടെ ഓഫറും വന്നു. അങ്ങനെ ഒരു നാൾ വരും മോഹൻലാലും സമീറ റെഡ്ഡിയും അഭിനയിച്ച് ടി.കെ. രാജീവ് കുമാർ ഡയറക്ട് ചെയ്ത മൂവിയാണ്. അപ്പോൾ അത് സമീറ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ടെൻഷനായിട്ടുള്ള കോഷൻ. ബിക്കോസ് ബോളിവുഡ് ആക്ട്രസ് ആണ്, ഇവിടെ വരുന്നു, അങ്ങനെയുള്ള ടെൻഷൻസ് ആയിരുന്നു. ബട്ട് ഷി വാസ് വെരി നൈസ്. നല്ല ഫിഗറായിരുന്നു പുള്ളിക്കാരിയുടെ, എന്ത് കൊടുത്താലും ചേരുന്ന ഫിഗറായിരുന്നു. ആൻഡ് പുള്ളിക്കാരിക്ക് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല ഡിസൈൻസ് ചെയ്യാൻ പറ്റി. ട്രിവാൻഡ്രത്ത് നിന്നുള്ള സോഴ്സിങ്, ഇതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് അന്ന് തിരുവനന്തപുരത്ത് നിന്നാണ്. അന്ന് തിരുവനന്തപുരത്ത് പല ബ്രാൻഡുകളുടെ അവൈലബിലിറ്റി കുറവും കാര്യങ്ങളും ഒക്കെ ഒരല്പം ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എങ്കിലും അത് നന്നായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്ര ചെയ്തു. അത് നയൻതാര മാമും മനീഷ കൊയ്രാല മാമും ഉള്ള പടങ്ങളായിരുന്നു. അഗെയിൻ നയൻതാരയ്ക്ക് വേണ്ടിയുള്ള ഓരോ സാധനങ്ങളും നമ്മൾ സ്കെച്ച് ചെയ്ത് ആദ്യമേ കാണിക്കുകയും അപ്രൂവൽ എടുക്കുകയും പുള്ളിക്കാരിക്ക് അത് ഓക്കെ ആവുകയും അങ്ങനെ ആണ് നമ്മൾ ഇലക്ട്ര വർക്ക് ചെയ്യുന്നത്. ആൻഡ് എളുപ്പമായിരുന്നു ആക്ച്വലി നയൻതാരയുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ മനീഷ കൊയ്രാല, പ്രകാശ് രാജ് എന്നുള്ളവർ ഉണ്ടായിരുന്നു. ബിജു സാർ ഉണ്ടായിരുന്നു, ബിജു മേനോൻ സാർ ഉണ്ടായിരുന്നു ഇലക്ട്രക്കകത്ത്. അഗെയിൻ ഇലക്ട്ര നമ്മൾ പല രീതിയിലുള്ള പടങ്ങൾ ചെയ്യും. ചില പടങ്ങളിൽ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മൾ അതൊരു സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹീറോ ഹീറോയിൻ ഒരു ഫാഷൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കും. ചിലതില് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ടൂളായിട്ട് നമ്മൾ കോസ്റ്റ്യൂമിങ്ങിനെ അല്ലെങ്കിൽ വസ്ത്രാലങ്കാരത്തെ ഉപയോഗിക്കും. ഇലക്ട്ര അങ്ങനെ ഒരു സിനിമയായിരുന്നു. ശരിക്കും ഒത്തിരി ഇമോഷൻസും വേരിയേഷൻസും ഉള്ള ക്യാരക്ടേഴ്സും, ഒരേ ക്യാരക്ടർ തന്നെ പല ഇമോഷൻസിൽ കൂടെ, എക്സ്ട്രീം ഇമോഷൻസിൽ കൂടെ പോവുകയും അതിനെ ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ്യൂംസും കൂടെ ഉപയോഗിച്ച ഒരു പടമായിരുന്നു ഇലക്ട്ര. നമുക്ക് കളർ വൈസും പാറ്റേൺ വൈസും ഒക്കെ റിസർച്ച് ചെയ്തും സ്റ്റോറി ബോർഡ്സ് പ്രസന്റ് ചെയ്തും ഒക്കെയാണ് അതിലേക്ക് എത്തിയത്. നമ്മൾ ലൈറ്റിങ്ങിനെയും ആർട്ടിനെയും ഒക്കെ കഥ പറയാൻ ഉപയോഗിക്കുന്ന പോലെ കോസ്റ്റ്യൂമിനെയും കഥയുടെ ഭാഗമാക്കിയ ഒരു സിനിമയായിരുന്നു ഇലക്ട്ര. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയമുള്ള പടവും എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുകയും ഫെസ്റ്റിവൽസിലൊക്കെ പോയപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്ത പടമാണ് ഇലക്ട്ര.